Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. and powered by Chembaka Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaka Group of Institution and Vivekananda Memorial Public School. co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. Gulf Brothers Hair Fixing. Wipe your baldness forever. ജീവിതം ഒരു യാത്രയാണ്. എങ്ങനെ യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഫോക്കസിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷൻ പ്ലസിലുള്ളത് അഥീന എഡ്യൂക്കേഷൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ VNP രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. കുട്ടികൾക്ക് ലേണിംഗ് ഫ്രീഡം കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ ഫ്രീ തിങ്കേഴ്സായിട്ട് മാറ്റുക, അവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുക. എങ്ങനെയാണ് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമുക്ക് ലേണിംഗ് ഫ്രീഡം കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? ഞാൻ ഈ ചോദ്യത്തെ കണക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അഡൾട്ട്സിന്, യുവതീ യുവാക്കൾക്ക് എന്തു ഫ്രീഡമാണ് വേണ്ടത്, ആ ഫ്രീഡത്തിലേക്ക് കുട്ടികളെ അവർ യുവതീ യുവാക്കളാകുമ്പോൾ ആ ഒരു ഫ്രീഡം അവർക്കുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇന്നത്തെ മുതിർന്ന തലമുറയെ, യുവതീ യുവാക്കളെ എടുത്തൊന്ന് പരിശോധിച്ചാൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാകും. അമിതമായ ആവേശം, അമിതമായ ധൈര്യം. ഈ അമിതമായ ആവേശം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തും ചെയ്യാനുള്ള മനസ്സ്, ആ എന്തും ചെയ്യാനുള്ള താല്പര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ധൈര്യം. എൻ്റെ കാഴ്ചപ്പാടിൽ അത് ആപത്താണ്. ആ ഉള്ള എന്തും ചെയ്യാനുള്ള ധൈര്യം, എന്തും ചെയ്യാനുള്ളൊരു മനസ്സ്, എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ചെയ്യാനുള്ളൊരാവേശം, അത് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. അതുകൊണ്ട് വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളിലൂടെ വളർത്തി ഒരു യുവതീ യുവാക്കളാകുമ്പോൾ അത്തരത്തിലുള്ള യുവതീ യുവാക്കളെ ഒരു സമൂഹത്തിന് സൃഷ്ടിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് വിദ്യാഭ്യാസം അവിടെ കൊണ്ടെത്തിക്കില്ല. ഇനി രണ്ട്, ഓക്കെ, അങ്ങനെ എന്തും ചെയ്യത്തില്ല, പിന്നെ എന്ത് ചെയ്യുന്ന ആൾക്കാർ വേണം. ഒരുപാട് മുതിർന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഒരുപാട് യുവതീ യുവാക്കളെ എടുത്ത് ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവർക്ക് ഒന്നിനും ചെയ്യാനുള്ള ധൈര്യമില്ല, യാതൊന്നും ചെയ്യാനുള്ള തൻ്റെ ഇടമില്ല, ധൈര്യമില്ല. ജ്ഞാനമുണ്ടോ? ഉണ്ട്. ലാംഗ്വേജ് ഉണ്ടോ? ഉണ്ട്. സ്കില്ലുണ്ടോ? ഉണ്ട്. ടെക്നോളജി ഉണ്ടോ? ഉണ്ട്. പിന്നെ എന്താ ഇല്ലാത്ത? തീരുമാനം എടുക്കാൻ പറ്റില്ല. തീരുമാനമെടുക്കുക, അതിനെ ഓണർഷിപ്പ്, സ്വായത്തമാക്കുക, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എടുക്കുക. ഏത് പ്രശ്നത്തിനകത്തും ഒരു പരിഹാരം പ്രശ്നത്തിലുണ്ടെന്ന് വിചാരിക്കുക, ആ പരിഹാരത്തിൽ ഉറച്ചു നിൽക്കുക, മുന്നോട്ടുള്ള വഴികളിൽ തെളിച്ച് നിർത്തി പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ ഒരു രാഷ്ട്രം ഭദ്രമാകും. എൻ്റെ ജോലി, എൻ്റെ സമാധാനം, എൻ്റെ ജീവിത രീതി, അതിനപ്പുറം ഞാൻ ഒരു റിസ്ക്കും എടുക്കില്ല എന്നുള്ള ഒരു സമൂഹം വളർന്നു വന്ന് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് പേരെ ഞാൻ എൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ട്. ഇവരെങ്ങനെ ഇങ്ങനെയായി? അവിടെയാണ് ഞാൻ സ്കൂളിൽ എന്ത് ലേണിംഗ് ഫ്രീഡം കൊടുക്കണം എന്ന് ഞാൻ ഈ ചോദ്യത്തെ കാണുന്നത്. എന്ത് ലേണിംഗ് ഫ്രീഡം കൊടുക്കണം?
ആ ലേണിംഗ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികൾ തങ്ങളിലുള്ള പെരുമാറ്റ രീതിയെ ഭാവിയിൽ ഉത്തമ പുരുഷന്മാരാക്കാൻ പറ്റിയ ഒരു പെരുമാറ്റ രീതി ആദ്യം കൊണ്ടുവരണം, പഠിത്തത്തിനൊക്കെ മുമ്പേ. അതെന്താണ് ആ പെരുമാറ്റ രീതി? പരസ്പരം സഹകരിക്കുക, പരസ്പരം വിശ്വസിക്കാൻ പഠിക്കുക, പരസ്പരം അന്യോന്യം സഹായിച്ച് പഠിക്കുക, ഒരാൾക്കൊരു കുറവുണ്ടെങ്കിൽ മറ്റേയാൾ സഹായിച്ചു കൊടുക്കുക, വിഷമതകൾ മനസ്സിലാക്കുക, പഠിത്തത്തിൻ്റെ വിഷമവും അല്ലാത്ത വിഷമതകളും മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കുന്ന ഒരു സ്കൂൾ അന്തരീക്ഷം കുട്ടികൾക്കില്ലെങ്കിൽ പിന്നെ അവിടെ ഒന്നും നടക്കില്ല. അപ്പോൾ ആ അന്തരീക്ഷം വരുത്തിക്കഴിഞ്ഞാൽ പിന്നെയാണ് കുട്ടികൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ചോദ്യം വരുന്നത്. കുട്ടികൾ എങ്ങനെ പഠിക്കണം ഞാൻ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞതാണ്. കുട്ടികൾ പഠിക്കുന്നതിനേക്കാളും കുട്ടികൾ പരാജയപ്പെടുമ്പോൾ എങ്ങനെ തിരിച്ചു പഠിക്കണം എന്നുള്ളതാണ്. കുട്ടികൾക്ക് ആദ്യം വേണ്ടത് വിജയവും പരാജയവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. കാരണം വിജയിച്ചതുകൊണ്ട് എന്നെ മഹാനായും എനിക്കൊരു വലിയ വിലയും കിട്ടത്തില്ല, എന്നെ ഒരു റെസ്പെക്റ്റും തരത്തില്ല. പരാജയപ്പെട്ടതുകൊണ്ട് എനിക്കൊരു റെസ്പെക്റ്റ് പോകത്തുമില്ല. അത് സ്കൂളിൻ്റെ ഉത്തരവാദിത്വമാണ്. കുട്ടി വിജയിച്ചാലും പരാജയപ്പെട്ടാലും 90% വാങ്ങിച്ചാലും 10% വാങ്ങിച്ചാലും ഒന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയ പരാജയ ഭീതിയേ ഇല്ല. ഭീതിയില്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമസ്ഥയായ കുട്ടിക്ക് ധൈര്യമുണ്ട്. അറിയാൻ വയ്യാത്തതിനെ അറിയാനും അറിഞ്ഞതിൽ നിന്നും അറിയാൻ വയ്യാത്തതിനെ അന്വേഷിച്ചു പോകാനും അത് അന്വേഷിച്ചു പോകുമ്പോഴുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം പരിഹരിക്കാനും ഞാൻ എങ്ങനെ പോയാലും എത്ര സമയമെടുത്താലും എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞാലും ഞാൻ അവസാനം ഇതിന് ഉത്തരം കണ്ടുപിടിക്കുമെന്നും ഓരോ പ്രാവശ്യം ഞാൻ പരാജയപ്പെടുമ്പോഴും എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് ഞാൻ തിരിച്ചറിയുമെന്നും ഓരോ പരാജയത്തിനകത്തും വിജയത്തിലേക്കുള്ള വഴി ഒളിഞ്ഞിരിപ്പുണ്ടെന്നും മനസ്സിലാക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഭാവിയിലെ ആരായി മാറിയാലും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കാനോ തീരുമാനം നടപ്പാക്കാനോ തീരുമാനത്തിൽ പാളിച്ചകളിൽ നിന്ന് കറക്റ്റ് ചെയ്യാനോ അഥവാ തീരുമാനങ്ങളിൽ പാളിച്ചകൾ വന്നാൽ മനസ്സമാധാനത്തിൽ നിന്ന് അതിനെ നോക്കാനോ ഒക്കെ അവന് സാധിക്കും. അപ്പം കുട്ടികളിൽ എന്ത് ലേണിംഗ് ഫ്രീഡം കൊടുക്കണമെന്ന് പറഞ്ഞാൽ റെസിലിയൻസ്, ഒരിക്കലും പരാജയ ഭീതിയില്ല, പരാജയ ബോധമുണ്ടാകും. പക്ഷേ പരാജയത്തിൽ നിന്നും തിരിച്ചു വരാനുള്ളൊരു ധൈര്യം വളർത്തിയെടുത്താൽ മാത്രമേ ഭാവിയിലൊരു നല്ലൊരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു തലമുറ ഇല്ലെങ്കിൽ ഓരോ രാജ്യത്തിനും അതിൻ്റെ സുരക്ഷിതത്വത്തിനും പുരോഗതിക്കും വലിയ വിലങ്ങുതടികളുണ്ടാകും. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു. Hello and welcome to another segment of Aras Medical Devices Exclusive. Today we will explore more about oxygen manifold systems, both manual and automatic, used in medical applications.
My name is KC Babu from Aras Medical Division Equipment Co. LLC. We are actually covering almost Middle East, Africa and Asian countries, providing a medical and laboratory gas system. Now the medical gas system is a life-saving system for all over the world, which is we are connecting to the hospitals. Also we are connecting to the clinics, laboratories, and all this area. Actually now that's very critical to the coronavirus, because every people need oxygen. Therefore we are giving a central gas system. Central gas system is actually giving through the pipeline. Central gas system is providing through the cylinders. You provide the VPSA or PSA unit. Also we are providing through the oxygen VAE tank, because you can see that many VAE tanks are actually going from all over the world to India, also in the other countries. Therefore, this liquid oxygen can be given minus 193 centigrade. You can freeze it, and it's called a cryogenic tank. It can use for the delivered to the each and every hospitals. This is one of the things which we are talking about, very effective system through the VAE tank. It's a vacuum insulated evaporator. We are using giving to the patient in the hospitals. Also we are giving a nitrous oxide, which is using for the anesthesia purpose. Also medical air we are using for the ventilator. Also that is we are using for the coronavirus patient, because ventilation is very important for that, to keeping the patient in the live position. Like a ventilator is using to operating that the lungs, to making that function properly. Also surgical air is we are using for the surgical application, like pneumatic tools and everything. Also vacuum is using for the suction, all the mucus and all that sort of things. Anesthetic gas scavenging system is using for the wherever the anesthesia is giving, expel the gas to outside to our atmosphere. But now we are talking about the oxygen manifold. Oxygen manifold can be given a manual. We can give it for a small clinic and the daycare center and everything. It is actually same thing. You have two regulated, two valves, left hand and right hand side, connected to the cylinders, and there is a knob which is reducing the increasing or decreasing the pressure and flow. Then this is actually manual manifold. If you are talking about the one hospital, you should have keep a 2-day supply in automatic manifold on left side, 2 side supply to be given to the right side. That can be connected to the maximum number of the cylinders, which is like we call a jumbo cylinder or a bigger cylinder, like you can 6,900 to 7,000 liter can be stored in the, that we are giving it connected to 24 cylinders in one left side, also 24 cylinder in the right side. If it is very that much flow is required for the patient, like in the hospitals, definitely you have to use bigger than the what we are talking about. That this is for the normally like a 250 bed hospitals or a 350 bed hospital, which you can use for the manifold. If it is more than 250 bed hospital, definitely you have to go for a VAE, like a liquid oxygen tank, which can be connected to the control panel and everything. You can connect it to the patient. This way we can administrate the oxygen to the patient. When we are talking about the automatic manifold or semi-automatic manifold, it will go automatically to once it is one side is empty, it means 2 days supply is empty, then automatically change over to another 2 days supply. Then it will go to the emergency, because whenever there is a automatic manifold have a problem, it can connect it to manually, it can operate. The same thing you can use. You have to keep another 2 days supply in the hospital. This is very important, because we are always talking about the continuous supply. It should not be break, or should not happen that because we had a very big incident or accident is happened in India many times, because oxygen is completely finished, then for the patient are died, and therefore we have to be very careful
that we have to keep a continuous supply in the hospital. If we are not continuously supplying, definitely there is a problem for the system and the hospital. Therefore, very important that to keep oxygen or whatever the manifold system is to be automatically change over to left side to right side or right side to left side. This is what it is happening at the moment. Therefore, whenever we need something to connecting to the patient, definitely we make sure that everything is available 24 hours. And also we are providing the service to our clients in 24 hours in emergency. Any repair work is required or emergency requirement is there, we are always there, and we are providing staff. We are providing a staff to the operating this one in the hospitals. Thank you very much for the time, and we will see next time. That brings us to the end of this episode with Aras Medical Devices exclusive. Until we meet next time, this is your host Ansi Herschel signing off. Take care. Bye-bye. വലിയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കരുനാഗപ്പള്ളി. കൊച്ചിക്കും തിരുവനന്തപുരത്തിനുമിടയിൽ ആദ്യമായി ഒരു നാടിന്റെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്കായി ഏറ്റവും പുതിയ സാങ്കേതിക സൗകര്യങ്ങളോടെ പ്രതിഭയുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ജീവന്റെ കാവലായി ഒരാശുപത്രി. വലിയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കരുനാഗപ്പള്ളി. തിരുവനന്തപുരത്തിനും കൊച്ചിക്കുമിടയിൽ ഇനി നിങ്ങൾ സുരക്ഷിതരാണ്. നമസ്കാരം. വലിയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹെൽത്ത് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് പ്ലസിൽ വന്നിരിക്കുന്ന അതിഥി ഡോക്ടർ സോജൻ സ്കറിയ. മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ഞാൻ ഡോക്ടർ സോജൻ സ്കറിയ, സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ, കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റൽ. രോഗികൾക്ക് ഇന്നത്തെ അവസ്ഥയിൽ ഈ കൊറോണ കാലത്ത് വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ടെലിമെഡിസിൻ എന്ന് കേട്ടിട്ടുണ്ടാവും, പലരും ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴും പല ആൾക്കാർക്കും അതേപ്പറ്റി ഒരു ക്ലിയറായ അറിവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പറയാം എന്ന് ഉദ്ദേശിച്ചത്. ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളിലും ഇപ്പോൾ ടെലിമെഡിസിൻ സൗകര്യമുണ്ട്. ഇതിൻ്റെ പ്രയോജനം എന്താണ്? നമ്മൾ ഈ കൊറോണ കാലത്ത് ബുദ്ധിമുട്ടി റിസ്ക് എടുത്ത് ആശുപത്രി വന്ന് ഡോക്ടറുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ വെയിറ്റിങ്ങിന് സമയമെടുത്ത് ഇതിൻ്റെ ഒന്നും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ടെലിമെഡിസിൻ വഴി ഫേസ് ടു ഫേസ് ആയിട്ട് വീഡിയോ കോൾ വഴി നമുക്ക് വ്യക്തമായിട്ട് സംസാരിക്കാനും മാത്രമല്ല രോഗികളുടെ കംപ്ലീറ്റ് ആ പറഞ്ഞ വിവരങ്ങളൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യാനും അതിനുശേഷം എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാനും അവസാനം എല്ലാ സംസാരങ്ങളും വിവരങ്ങളും കൈമാറിയതിന് ശേഷം മരുന്നുകൾ രോഗിക്ക് കൊടുക്കുന്നതിലേക്കായിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനും ടെലിമെഡിസിൻ വഴി സാധിക്കുന്നതാണ്. വളരെ അപൂർവമായിട്ടേ ഉള്ളൂ ഈ സാഹചര്യത്തിൽ ഒരു രോഗി ആശുപത്രി വരേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ. ചില പ്രത്യേക സാഹചര്യത്തിൽ ചില പരിശോധനകൾ, പ്രഷർ അല്ലെങ്കിൽ ചില രക്തോട്ടക്കുറവുള്ള കാലുകളുടെ പരിശോധന അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ പോലെയുള്ള വളരെ അപൂർവമായ കാര്യങ്ങൾക്ക് മാത്രമേ റെഗുലറായിട്ട് ഒരു രോഗി ആശുപത്രിയിൽ വരേണ്ട കാര്യമുള്ളൂ. വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും നമ്മൾ കൊറോണയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് വളരെ എളുപ്പത്തിൽ എന്താണ് മരുന്ന് കഴിക്കേണ്ടത്, ആ മരുന്നിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ മെയിലായിട്ട് അല്ലെങ്കിൽ വാട്സാപ്പായിട്ട് ഈ രോഗിക്ക് അയച്ചു കൊടുക്കുകയും അവർക്ക് തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഒരു നിശ്ചിത പരിധിക്കുള്ളിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആശുപത്രിയിൽ നിന്ന് തന്നെ
വീട്ടിൽ മരുന്നായിട്ട് തന്നെ എത്തിച്ചു കൊടുക്കാനുമുള്ള സംവിധാനമുണ്ട്. ഞാനിപ്പോൾ ഞങ്ങളുടെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത് ഈ സംവിധാനം ഇപ്പോൾ മിക്ക വലിയ ഹോസ്പിറ്റലുകളിലുമുണ്ട്. രോഗികളായ നിങ്ങളെല്ലാവരും ഇത് ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തുക. നമുക്ക് ഈ ഒരു കൊറോണ സമയത്ത് പലരും ഡോക്ടർമാരെ കാണാതെയും മരുന്ന് മുടക്കിയും അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ മരുന്നിൻ്റെ ഡോസ് തുടരുകയും ചെയ്യുന്ന മൂലം ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് ആശുപത്രി വരാൻ ബുദ്ധിമുട്ടാണോ? വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു വീഡിയോ കോൾ നടത്തി ടെലിമെഡിസിൻ വഴി നിങ്ങളുടെ വിഷമങ്ങൾ പറയുകയും നിങ്ങളുടെ പഴയ റെക്കോർഡ് ആശുപത്രിയിലുണ്ടെങ്കിൽ അത് എടുക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. പുതിയതായിട്ടുള്ള രോഗിയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും സിസ്റ്റത്തിൽ കയറ്റുന്നതിനും എന്നേക്കുമായിട്ട് സ്റ്റോർ ചെയ്യുന്നതിനുമുള്ള സംവിധാനമുണ്ട്. ആവശ്യമുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഒരു ലാബിൽ ചെയ്ത് ആ റിപ്പോർട്ട് ഞാൻ അയച്ചു തരികയും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൃത്യമായ മരുന്നുകൾ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരികയും ചെയ്യുന്നതാണ്. ഈ മരുന്നുകൾ നിങ്ങൾ ഒരു നിശ്ചിത അകലത്തിൽ ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരാനും മിക്ക ആശുപത്രിയിലും സംവിധാനമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്നുകൾ വാങ്ങിക്കാവുന്നതാണ്. ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്നും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ടെലിമെഡിസിൻ. അതുകൊണ്ട് വരും കാലങ്ങളിൽ വീട്ടിൽ രോഗിയെ കൊണ്ട് ആശുപത്രി വരാൻ ആളില്ലാതിരിക്കുക, കൊറോണ കുറയാതിരിക്കുക, പല പല സാഹചര്യത്തിൽ എത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടെലിമെഡിസിൻ ഉപയോഗിക്കണം. വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്ത് ആവശ്യവും നിങ്ങളുടെ എന്ത് വിഷമവും ആ സമയങ്ങളിൽ ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യാം. അതിനുള്ള കൃത്യമായ നടപടി ഉണ്ടാവും. വളരെ അപൂർവമായിട്ടേ ഉള്ളൂ നിങ്ങളോട് ആശുപത്രിയിൽ നേരിട്ട് വരാൻ ഞങ്ങൾ ആവശ്യപ്പെടേണ്ടതായിട്ടുള്ളൂ. താങ്ക് യു. വലിയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹെൽത്ത് പ്ലസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഫോക്കസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ എപ്പിസോഡുകളും ഏഷ്യാനെറ്റ് പ്ലസ് ഫോക്കസ് എന്ന യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് RJ ജോബി, മസല. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. ഫോക്കസിൻ്റെ നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ രശ്മി ഗോപകുമാർ സൈനിങ് ഓഫ്. ഫോക്കസ് Presented by Happy Land Amusement Park, Thiruvananthapuram. and powered by Chembaka Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaka Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. Gulf Brothers Hair Fixing. Wipe your baldness forever.